എൻ്റെ മകൾ ഗർഭിണിയായിട്ടിരിക്കുന്ന അവൾക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് രാത്രി ഒരുത്തൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ നിശ്ചിതമായ ഭാഷയിൽ സംസാരിക്കുന്നു. എൻ്റെ മകളെന്നാൽ ഏതൊരു സ്ത്രീയെ രാത്രി ഒരു 10-15 മണിക്ക് ഒരുത്തം വിളിച്ച് സംസാരിച്ചാൽ അത് ത്രട്ടനിങ് കോൾ തന്നെയാണ്. ഞാൻ അവരെ തട്ടിക്കൊണ്ടുപോയി. ഇന്നലത്തെ വകുപ്പിനകത്ത് ബലാത്സംഗ ശ്രമം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എളുപ്പം ഉപയോഗിക്കുന്ന 2 കാര്യങ്ങളാണ്: സ്ത്രീ വിഷം എടുത്തിടുക, ജാതിക്കാട് എടുത്തിടുക. ഒരിടത്തും പറയാറില്ല ഞാനും എൻ്റെ ഭാര്യ തന്നെ 2 ജാതിയാണ്. എൻ്റെ മകൾ കല്യാണം കഴിച്ചത് വേറൊരു ജാതിയിൽ നിന്നും, എൻ്റെ മൂത്ത മോളൊക്കെ ആരോ കല്യാണം കഴിക്കാൻ വേറെ മതത്തിൽ നിന്നാണ് കേൾക്കും. എനിക്ക് ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെ. അവരുടെ ഒരു വിശ്വാസം, ഒരു വിഷയം വരുമ്പോൾ അച്ഛൻ കൂടെ നിൽക്കുന്ന, അതും ന്യായവും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഏത് ലെവലിലോട്ട് വേണം പോകും കുടുംബത്തെ സംരക്ഷിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, 19 ലക്ഷം ലോണും എടുത്തൊരു ബിസിനസ് തുടങ്ങിയൊരു ഒന്ന് രക്ഷപ്പെട്ടു വരുന്ന സ്റ്റേജിൽ 69 ലക്ഷം രൂപ അടിച്ചോണ്ടല്ലേ ഈ ബാങ്കിൽ പൈസ അടച്ചോണ്ടിരിക്കണം. അവരോട് പോയി തട്ടിക്കൊണ്ടുവെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചീറ്റിംഗ് കേസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ അന്വേഷണം നടന്നില്ല. കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് അവരോട് പറയും QR കോഡ് വർക്ക് ചെയ്യുന്നില്ല. ഒരാളൊന്ന് 10,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അപ്പം തന്നെ 3,000 ചില്ലുവാൻ രൂപ മറ്റു 2 പേർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അവനവൻ്റെ പണം പോകുമ്പോഴത്തേക്ക് അവനവനറിയാം. വല്ലവൻ്റെയും പണം പോകുമ്പോഴത്തേക്കാണ് സിമ്പതി തോന്നുന്നത്. എൻ്റെ ഫ്രണ്ട് വിളിച്ചാൽ കൃഷ്ണമാരെ എനിക്കൊരു 500 രൂപ വേണം, കൊടുക്കുന്നു, ഞാൻ നാളെ തരാം, നാളെ തന്നിരിക്കും. എല്ലാം വിശ്വാസങ്ങളാണ്. ലെഡ്ജർ വയ്ക്കുക, വൗച്ചർ വയ്ക്കുക, എന്ത് വെളിയിൽ പോകുന്നു, എന്തകത്ത് വരുന്നു, വൈകുന്നേരം അറിഞ്ഞിരിക്കണം. സാറ് വിശ്വസിക്കുന്ന പാർട്ടിയുടെ കാരണം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടാവും. നമുക്കിന്ന് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. ഈ 2 മന്ത്രിമാർ എന്തെങ്കിലും പ്രസ്താവന പറഞ്ഞിട്ട് കണ്ടോ? ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് എന്തെങ്കിലും പ്രസ്താവന വന്നു? ഞാൻ ആരോടും ഒരു വസ്തുവും പറഞ്ഞില്ല. ഓഫ്കോഴ്സ് എൻ്റെ പാർട്ടിയുടെ പലരും എന്നെ വിളിച്ചെന്തെങ്കിലും സഹായം ആവശ്യമുള്ളൂ, ഞാൻ ഇല്ല. വിളിച്ചതിന് നന്ദി. എനിക്കെതിരെ നടക്കുന്നൊരു ഇതായിട്ടും എൻ്റെ മകൾക്കെതിരായിട്ടും തോന്നുന്നു, എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്ന പോലെ നമുക്ക് തോന്നിത്തുടങ്ങി. കാരണം ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന, നാളെ എനിക്ക് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഇലക്ഷൻ നിൽക്കേണ്ടി വരും. അതിനെയൊക്കെ തടയുന്നത് പോലെ എനിക്ക് തോന്നി. ഇത് തിരിച്ചു കടിക്കും, ഇത് മുഴുവൻ അവരെ തിരിച്ചു കടിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. നമ്മളോടൊപ്പം ഉള്ളത് കൃഷ്ണകുമാർ സാറാണ്. നമസ്കാരം സാർ. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വാർത്ത വന്നപ്പം മുതൽ സാറിൻ്റെയും സാറിൻ്റെ കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഓരോ മലയാളികളും വെയിറ്റിംഗ് ആയിരുന്നു. കാരണം തട്ടിക്കൊണ്ടുപോയി എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു. ശരിക്കും എന്താണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ തുടക്കം? നമ്മുടെ മകള്, രണ്ടാമത്തെ ആള് ഓസി എന്നാണ്, ദിയ എന്നാണ് പേര്. അവൾ ഓബൈ ഓസി എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുന്നു. അവൾ എന്നും ബിസിനസ് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. നമുക്കെല്ലാം നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ കൂടെ നിൽക്കുക. അവൾ ലോണൊക്കെ എടുത്ത് ഒരു ബിസിനസ് തുടങ്ങുന്നു ചെറിയ തോതിൽ. ആദ്യം അവൾ തുടങ്ങിയ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാൽ നടന്നില്ല. അതിൻ്റെ പൊളിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളുടെ അഹാദിഷിക എന്ന് പറഞ്ഞ് ചാരിറ്റുള്ള ഓർഗനൈസേഷൻ ഉണ്ട്, NGO ഉണ്ട്, അവിടെ കൊണ്ട് തന്നു. അത് കഴിഞ്ഞ് അവൾ ഈ ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സ് തുടങ്ങി. അത് നല്ല പോലെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബിസിനസ് കൂടിയപ്പോഴത്തേക്ക് അവിടെ വർക്ക് ചെയ്യുന്നൊരു കുട്ടി പറഞ്ഞു, ചേച്ചി പേടിക്കേണ്ട, ഞാൻ തന്നെ ആൾക്കാരെ കൊണ്ടുവരാം. അങ്ങനെ ആ കുട്ടി വേറെ 2 പേരെയും കൊണ്ടിരുന്നു. ബിസിനസ് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കല്യാണം നടക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി ഇവൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ് ഈ സിക്നസിൻ്റെ ഇഷ്യൂ. ചിലർക്കത് കുറച്ച് കടുക്കും. ഇവൾക്കൊരു 5 മാസത്തോളം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവൾ ഓഫീസിലോട്ട് പോകാതായി. ഫോണിൽ കൂടി എല്ലാം ചോദിക്കുന്നു. ഈ കുട്ടികളെല്ലാം പറയുന്നുണ്ട് ഈ കുട്ടികളായിട്ട് ഭയങ്കര അടുപ്പമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഓസിയുടെ ഫംഗ്ഷൻ വരുമ്പോൾ കാണാം സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടികളാണ് അനിയത്തിമാരെ പോലെ കൂടെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വിശ്വാസം വന്നപ്പോൾ എന്ത് വെച്ചാൽ ഇവർ പറയുന്ന കണക്കെന്ന് വിളി വിചാരിക്കുന്നു. എന്നാൽ ഓൺലൈൻ കച്ചവടം വേറെ സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റോറിനകത്ത് വോക്കിൻ ഒന്നും നടക്കാതാവുന്നു. പലപ്പോഴും ചോദിക്കുമ്പോൾ ആൾ വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇവരെപ്പോഴും ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ വന്നു പോകുന്നത് കാണുന്നുണ്ട് ഈ CCTV വീഡിയോ. എപ്പോഴൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ്. 1-2 തവണ ചിലർ പൈസ എടുത്തത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറയടാ 10,000-15,000 രൂപ ശമ്പളമല്ലേ ഉള്ളൂ, 15,000 രൂപ കൊണ്ട് ശമ്പളം വിട്ടുകള, 2,000 ഒക്കെ എടുത്തു. പക്ഷെ 3-4 തവണ ഇപ്പോൾ ഞാനേ പറഞ്ഞു സ്ഥിരമായി മോഷ്ടിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊരു ക്രിമിനൽ ഇതുണ്ട്, ഇനി ഇവരെ വെക്കരുത്. പക്ഷെ അപ്പോൾ ഇവള് ഭയങ്കര അടുപ്പവും ഈ ഗർഭത്തിൻ്റെ ഈ വിഷയം വന്നപ്പോൾ അവരെ ഇനി മാറ്റി വേറെ ആൾ എടുക്കുന്ന കാര്യമൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ബിസിനസ് നടത്തുക എന്ന് പറയുന്നത്. ഇത് ഇവർക്കൊരു സുവർണ്ണ അവസരമായി. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് കാണാം, റെക്കോർഡിങ്ങിൽ എല്ലാ വീഡിയോയിലും കാണാം. കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് അവരോട് പറയും QR കോഡ് വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് ഞങ്ങളെങ്ങനെ പേ ചെയ്യും, കാർഡില്ല, കാർഡ് എടുക്കാൻ മെഷീനില്ല. അത് സാറില്ല, ഞങ്ങൾ വേറെ QR കോഡ് തരാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫോണിൽ നിന്ന് QR കോഡ് കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെയാണ് വീഡിയോകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതങ്ങനെ സ്ഥിരമായിട്ട് എടുത്തതാണ്. അപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞ് കുറച്ച് വേരിയേഷൻ ഉണ്ട്, സ്റ്റോക്ക് ഇതും മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്ക് ഓൺലൈൻ പോയത് ഇതും മാച്ച് ആവാത്തുന്നു. പക്ഷേ പിന്നീട് ഇവൾക്ക് പിടികിട്ടി മെയ് മാസം അവസാനം ഈ കുട്ടികളോട് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇഷാനി 3ാമത്തെ മോളുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് സാധനം വാങ്ങിച്ചപ്പോൾ വേറൊരു QR കോഡ് കൊടുത്തു. അപ്പോൾ
ഓസി ആ കുട്ടി പറഞ്ഞു ഇത് ഓസിയുടെ അല്ല, ഇത് ഓസിയുടെ അല്ല, ഇത് അക്കൗണ്ടൻറ്റിൻ്റെയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഡൗട്ട് അടിച്ചിട്ട് കൊടുത്തു പേയ്മെൻറ്റ്. ഇഷാനി വിളിച്ചു പറഞ്ഞു. ഇഷാനി നമ്പർ വാങ്ങിച്ച് നോക്കി, ഇവളുടെ ഇതിൽ വന്നിട്ടില്ല ഓസിയുടെ അക്കൗണ്ടിൽ. അവിടെ നിന്നാണ് ഈ സംസാരം വരുന്നതും ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത്രയും വിചാരിക്കുന്നില്ല. അപ്പോഴും പൈസ പോയിട്ടുള്ളത് പിടികിട്ടി. ഇവർ വിളിച്ചു പറഞ്ഞു, ആദ്യം സമ്മതിച്ചില്ല. ഇവർ പറഞ്ഞു കുറച്ച് പൈസ ഞങ്ങൾ കൊണ്ട് തരാൻ, എടുത്തു പോയി. അങ്ങനെ ഇവർ ഈ കുട്ടികൾ ഓസി താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴേക്ക് കുറച്ച് പണവുമായിട്ട് വരുന്നു. അവരുടെ 3 പെൺകുട്ടികളാണ്, അതിൽ 2 പേര് കല്യാണം കഴിച്ചു, അവരുടെ ഭർത്താക്കന്മാരുണ്ട്. ഇപ്പോഴൊന്നും ഞങ്ങൾ സീനിലില്ല. ഞാൻ അന്ന് ഓഫീസിൽ ഇരിക്കുക, ഇത് എൻ്റെ ഓഫീസാണ്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് അവരുടെ ഫോൺ വാങ്ങിച്ചു നോക്കി, GPay കാണിക്കാൻ പറഞ്ഞു. ആ GPayയിൽ നിന്നാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് കാണുന്നത്. ഒരാളൊന്ന് 10,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അപ്പം തന്നെ 3,000 ചില്ലുവാൻ രൂപ മറ്റ് 2 പേർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇതായപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അസോസിയേഷൻ ആൾക്കാർ പറഞ്ഞു, കൃഷ്ണകുമാർ ഇവിടെ ആൾ കൂടിയുന്ന ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഓഫീസിൽ ഇപ്പം അവർ ഞങ്ങളുടെ കാലത്ത് തന്നെ കൊണ്ടുവരുന്നു. അവരുടെ ഭർത്താക്കന്മാർ കൂടെ ബൈക്കിൽ വരുന്നു. ഇവിടെ എന്താ മുകളിൽ, ഇതാണ് നിങ്ങൾ കണ്ടു കാണാം വീഡിയോയിൽ. അവിടെ നിന്ന് സംസാരിച്ചു. ഞങ്ങളതെല്ലാം ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇനിഷ്യൽ ഇതിൽ തന്നെ 69 ലക്ഷം രൂപയുടെ നടന്നിരിക്കുന്നു. അപ്പോൾ ഇവർ കുറച്ച് ബഹളമൊക്കെ കാണിച്ച് നോക്കി. ഞങ്ങൾ പറഞ്ഞു, ഒന്നും വേണ്ട, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഭക്ഷണം വേണോ, വെള്ളം വേണോ? അതാണ് ആഹാരയുടെ ഒക്കെ വീഡിയോയിൽ കാണാം. കാരണം നമുക്ക് വേറെ പല രീതിയിൽ സംസാരിക്കാൻ അറിയാം, പക്ഷെ അതൊന്നുമല്ല. പക്ഷേ നമ്മുടെ സ്റ്റാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയും ചെയ്യും. ചിലർ ചോദിച്ചു, നിങ്ങളാരാ പോലീസിനെ പോലെ ചോദിക്കാൻ? അവനവൻ്റെ പണം പോകുമ്പോഴത്തേക്ക് അവനവനറിയാം, വല്ലവൻ്റെയും പണം പോകുമ്പോഴത്തേക്കാണ് സിമ്പതി തോന്നുന്നത്. കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ ഇതാണ് വിഷയം. അവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പൈസ ഇപ്പം തന്നെ കൊണ്ടുവരാൻ. ഇതിൽ നിന്നൊരു ഭർത്താവ് പയ്യൻ വെളിയിൽ പോയി ഒരു 3-4 മണിക്കൂറിനകത്ത് ഒരു 8,83,000 രൂപ ക്യാഷ് കൊണ്ടിരുന്നു. ഒന്ന് ആലോചിക്കണം, പെട്ടെന്നൊരു 1.5 ലക്ഷം രൂപ റേസ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ തന്നെ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ബിസിനസ്സിലൊന്നും ചെയ്യാൻ. ഇതാണ് ഇവർ കൊണ്ടുവന്ന പൈസ. കൊണ്ടുവന്ന പൈസയുടെ ദൈവാന അന്ന് എല്ലാം വീഡിയോ എടുത്തു വെച്ചു, ഇല്ലെങ്കിൽ കഥ മാറിപ്പോയേനെ. ഇത് കഴിഞ്ഞ് അവർ ഞങ്ങളുടെ ഇനി പൈസ ഇല്ല. അപ്പം ഞങ്ങൾക്കറിയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. നമ്മളെ വിളിച്ച് പലരും പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ വീടിൻ്റെ പാലുകാച്ചായി, മറ്റേ മറിച്ചത്, ഇതെല്ലാം ഞങ്ങൾ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞു, ശരി നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും? അപ്പോൾ അവർ പറഞ്ഞു, ഒരു 15 ലക്ഷം രൂപ കൂടി തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, മതി, എഴുതി തരാൻ പറഞ്ഞു. എഴുതി വാങ്ങിച്ചു. ചെക്കൊന്നും തരുന്നില്ല, വെള്ള പേപ്പറിൽ. എന്നിട്ട് ഇവർ നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോകുന്നു. പോയി കഴിഞ്ഞ് രാത്രിയാണ് ഈ ഓസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഇനി പരാതി കൊടുത്ത് അങ്ങനെ 5 പൈസയും തരത്തില്ല, അങ്ങനെയാണ്. ഞാൻ വിളിച്ച് തിരിച്ച് നല്ല ഭാഷയിലും കൊടുത്തു. കാരണം എനിക്ക് തെറിയൊന്നും അറിയണ്ടല്ലോ, പക്ഷേ എൻ്റെ വായിലത് വരില്ല. പക്ഷേ രൂക്ഷമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. അതൊക്കെയാണ് അവർ വിരട്ടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ മകളെ രാത്രി, എൻ്റെ മകളെന്നല്ല ഏതൊരു സ്ത്രീയെ രാത്രി ഒരു 10-15 മണിക്ക് ഒരുത്തം വിളിച്ച് സംസാരിച്ചാൽ അത് ത്രട്ടനിങ് കോൾ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. മോള് കിടന്നുറങ്ങുന്നു, പരിചയമുള്ളതാണ്, പക്ഷെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ രാത്രി നമ്മുടെ ഫോണിൽ വിളിച്ചാൽ തന്നെ നമ്മുടെ നെഞ്ചിടിപ്പ് മാറും. അത് തന്നെ ഭീഷണിയുടെ സ്വരമാണ്. ഇത് കഴിഞ്ഞു അടുത്ത ദിവസം ഞാൻ ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. ഇങ്ങനെയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ കൊടുക്കുന്നു, അദ്ദേഹം മ്യൂസിയത്തോട് കൊടുക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ കൊണ്ടുവന്നിട്ട് കൗണ്ടർ കേസ് കൊടുക്കുന്നു. 2 കേസിൽ അന്വേഷണം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കേസ് കൊടുക്കുന്നു, സ്വാഭാവിക ഒരു പെൺകുട്ടികളാണ്. അവരും പറയുന്നത് ഗുരുതരമായ കാര്യങ്ങളാണ്. കാരണം ഞാൻ അവരെ തട്ടിക്കൊണ്ടുപോയി, ഇന്നലത്തെ വകുപ്പിനകത്ത് ബലാത്സംഗ ശ്രമം അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ചാനലിൽ ഒന്ന് സംസാരിക്കുമ്പോൾ പറയുന്നൊരു വിഷയമാണ് ജാതി പേര്. അപ്പോൾ ഇതിനകത്ത് പക്ഷെ വലിയൊരു കേരള സമൂഹത്തിനോടൊരു നന്ദി പറയേണ്ടത് തോന്നിയതെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പിന് വരെ ഒന്ന് എല്ലാ വീഡിയോസും കാണാവുന്നത്, എല്ലാം കാണാൻ പറ്റില്ലെങ്കിൽ പരമാവധി വീഡിയോസ് കണ്ടു. എൻ്റെ താഴത്തെ കമൻസ് വായിച്ചു നോക്കി. അപ്പോൾ ഞങ്ങൾ സാധാരണ വ്ളോഗ് ഇടുമ്പോൾ എനിക്കറിയാം ഞങ്ങളോട് പലതരത്തിലുള്ള ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമല്ലാത്തവരുണ്ട്. ഒരു 50-50ആണ്. കുറേ പേര് നല്ലത് പറയും, കുറേ പേര് മോശം പറയും. അതിലൊന്നും ഞങ്ങൾക്ക് വിഷമമില്ല, കാരണം അതൊക്കെ സമൂഹം അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ജാതി പേര് വിളിക്കുന്നു അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ ജനം ഇത്രയും പക്വതയോടെ അതിന് കമൻസ് ഇടുന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതാണ് നമ്മുടെ സമൂഹം മെച്ചുവേർഡ് ആവുക. ചിലപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് പോലും ഒരു ബെഞ്ച് മാർക്ക് ആവാൻ സാധ്യതയുണ്ട്. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എളുപ്പം ഉപയോഗിക്കാവുന്ന 2 കാര്യങ്ങളാണ് സ്ത്രീ വിഷയം എടുത്തിടുക, ജാതി കാർഡ് എടുത്തിടുക. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കുട്ടികൾ 2 പേര് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടി കല്യാണം കഴിച്ച് ഇവിടെ വന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇലക്ഷൻ നിന്ന മേഖലയാണത്, അതായത് തിരുവനന്തപുരം സെൻട്രൽ. അതിലെ ഒരു സ്ഥലമാണ് വലിയതുറയുള്ള കുട്ടികളാണ് ഇവരെല്ലാവരും ക്രിസ്ത്യൻ വിശ്വാസികളാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അവിടെ ഇലക്ഷൻ നിന്നതിന് ശേഷം ഞാൻ തോറ്റതിന് ശേഷവും പക്ഷേ എനിക്ക് ആ മണ്ഡലത്തിൽ വർക്ക് ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇവരുടെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രമന്ത്രി റുപാലജിയെ കൊണ്ടുവന്നതും. സാധാരണ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടി ഭരണത്തിലില്ലാത്തൊരു സ്ഥലത്ത് ആരെങ്കിലും വർക്ക് ചെയ്യുമോ? പക്ഷേ എനിക്കിത് ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടല്ല, ആരും എന്നെ ഉന്തിത്തള്ളി വിട്ടതല്ല. കാരണം
നമ്മൾ വീട്ടിലൊക്കെ മീൻ കഴിക്കുന്നവരാണ്. പണ്ട് തൊട്ടേ മീൻ കൊണ്ടുവന്ന ചേച്ചിമാരുണ്ട്. എൻ്റെ അമ്മ അവരെ മക്കളെ പോലെ കാണുന്നത്. അവരുടെയൊക്കെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പോൾ ആ ഏരിയയിൽ ഞാൻ പോയി വർക്ക് ചെയ്തൊക്കെയാണ്. അവിടുത്തെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ആ സമുദായത്തിൽ നിന്ന് ഒരു കുട്ടി എടുക്കുമ്പോൾ ആ കുട്ടിയുടെ മതവും ജാതിയും എനിക്കും എൻ്റെ മക്കൾക്കും നല്ലപോലെ അറിയാം. ഇങ്ങനെ ജാതി ബുദ്ധിമുട്ടുള്ളവരാണ് ഞങ്ങളെങ്കിൽ ഞങ്ങളത് നോക്കി അങ്ങ് എടുത്താൽ പോരെ. ഇതൊക്കെ വളരെ ബാലിശമായ സംഭവം. പെട്ടെന്ന് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പലതും എടുത്ത് പ്രയോഗിക്കും. ഇന്നലെ തന്നെ എൻ്റെ മകള് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ടു. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. അത് തിരിഞ്ഞു കൊത്തി. ആ വീഡിയോയിലാണ് ഇവർ പൈസ അടിച്ചു എന്ന് ഇവർ തന്നെ പറയുക. പിന്നെ ചീത്ത വിളിച്ചത് ഡെഫിനറ്റ്ലി വിളിച്ചു പോവും. ഞാൻ ചോദിക്കട്ടെ, 19 ലക്ഷം രൂപ ലോണും എടുത്തൊരു ബിസിനസ് തുടങ്ങിയൊരു ഒന്ന് രക്ഷപ്പെട്ടു വരുന്ന സ്റ്റേജിൽ 69 ലക്ഷം രൂപ അടിച്ചോണ്ടല്ലേ ഈ ബാങ്കിൽ പൈസ അടച്ചോണ്ടിരിക്കണം. അവരോട് പോയി തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ ആക്ച്വലി അവളുടെ പൈസയുടെ കാര്യം മറന്നു. പൈസ അല്ല ഇപ്പോൾ അവളുടെ വിഷയം. ഇത് കഴിഞ്ഞ് കുട്ടികൾ വന്ന് പറയുന്ന ആരോപണങ്ങൾ, ഞങ്ങളെ പീഡിപ്പിക്കുകയായിരുന്നു. പീഡിപ്പിക്കാനേ ജോലിക്ക് വരായിരുന്നാൽ പോരെ, വീട്ടിൽ ഇരുന്നാൽ പോരെ. ആരെങ്കിലും അതും ഇനി പറയുമെന്ന് വലിച്ച് ഞങ്ങൾ രാവിലെ കൊണ്ടുവരുമെന്നും. അപ്പോൾ ഈ കുട്ടികൾ ഇതൊക്കെ ചെയ്തപ്പോഴും ഞങ്ങൾ കേസ് കൊടുത്തു. ഒറ്റ കാര്യം, അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞു. ഒരേ ഒരു കാര്യം ചെയ്താൽ ഈ കുട്ടികളുടെ അക്കൗണ്ട് നമ്പർ എടുത്തിട്ട് ഈ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. കാരണം ഇവരുടനെ പറഞ്ഞു ടാക്സ് വെട്ടിക്കാൻ വേണ്ടി എൻ്റെ മകള് അവർക്ക് വേണ്ടി അവരുടെ ഇതിൽ പൈസ വാങ്ങിച്ചിട്ട് ഡെയിലി ഞങ്ങൾ ക്യാഷ് ആക്കി വീട്ടിൽ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ മോളിപ്പോൾ ഞാൻ പറയുന്നത്, മോളെ എൻ്റെ അക്കൗണ്ട് പൈസ വാങ്ങിച്ചോളൂ, മോള് QR കോഡിൽ വാങ്ങിക്കുന്നു. വാങ്ങിച്ചാൽ എനിക്ക് എങ്ങനെയാണ് ക്യാഷ് ആയിട്ട് തരുന്നത്? എവിടെയെങ്കിലും പോയി വിഡ്രോ ചെയ്തിട്ട് ക്യാഷ് ആയിട്ട് തരും ആണോ? അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വിഡ്രോയിൽ വരുമോ? അപ്പോൾ ഡെയിലി വിഡ്രോയിൽ വരണമല്ലോ. അപ്പോൾ ശരി, അവർ എത്ര വാങ്ങിച്ചു അത്രയും പൈസ വിഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം തെളിയിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. അവിടെ പ്രശ്നം അവസാനിച്ചു. കാരണം ഇതിലെ കേസ് തട്ടിക്കൊണ്ടുപോലൊക്കെ അവർ പിന്നെ അന്വേഷിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ചീറ്റിംഗ് കേസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ അന്വേഷണം നടന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് സാർ? അത് നമുക്കറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സംവിധാനത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഈ പലരും എന്നിട്ട് പറയുന്നത് എൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ അല്ല ഭരണം നടക്കുന്നത്. അതുകൊണ്ട് എനിക്കെന്താ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്കെതിരെ നടക്കുന്നൊരു ഇതായിട്ടും എൻ്റെ മകൾക്കെതിരായിട്ടും തോന്നുന്നു, എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്ന പോലെ നമുക്ക് തോന്നിത്തുടങ്ങി. കാരണം ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന, നാളെ എനിക്ക് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഇലക്ഷൻ നിൽക്കേണ്ടി വരും, അതിനെയൊക്കെ തടയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി നമ്മൾ കാത്തു നിൽക്കരുത്, ഏറ്റവും ഉന്നത സ്ഥാനത്ത് പോയി നമ്മുടെ പരാതി പറയുക. അതെനിക്ക് നോക്കിയപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോവുക, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അവിടെ ഇരുന്ന് കാര്യങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് മുഴുവൻ കാര്യവും പിടികിട്ടി. വളരെ സുന്ദരമായ ഒരു ഭാഷയിലുള്ള സംസാരമായിരുന്നു. ഏറ്റവും ഉചിതമായ രീതിയിലുള്ള നടപടി എടുത്തിരിക്കും, അന്വേഷണം കൃത്യരീതിയിൽ പോകും, ഒരു കാരണവശാലും ഭയക്കണ്ട, ഒരു നടപടിയും പെട്ടെന്നുണ്ടാവില്ലെന്നൊരു ഉറപ്പ് എനിക്കും എൻ്റെ മകളെ അവിടെ നിന്ന് വിളിച്ചും വരെ പറഞ്ഞു. അപ്പം ഇതൊക്കെ ആര് ഭരിച്ചാലും, ഞാൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നതിലും ആര് നല്ല ചെയ്താൽ നല്ലത് തന്നെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ആ പ്രവൃത്തി ഞങ്ങൾക്ക് വളരെയധികം റിലീഫ് തന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ എല്ലാ ചാനൽ വഴി ഞാൻ അറിയിച്ചു. ഇതാണ് നടന്ന സംഭവം. സാർ, ഇതിലിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ദിയ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. ദിയയുടെ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലൊക്കെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി അറിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവർ പറ്റിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിഷമിപ്പിച്ചിരിക്കുന്നത്. ഐശ്വര്യ, അതിനകത്ത് വിഷയം എന്താ പറയുക, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഞങ്ങളൊക്കെ, നിങ്ങൾ തീരെ കൊച്ചുകുട്ടികളാണ്, എനിക്ക് 56 വയസ്സുണ്ട്. ഞങ്ങളുടെയൊക്കെ തലമുറ വളർന്നു വരുന്നത് വെറും വിശ്വാസത്തിൽ വളർന്നു വരാം. എൻ്റെ ഫ്രണ്ട് വിളിച്ചാൽ, കൃഷ്ണമാരെ എനിക്കൊരു 500 രൂപ വേണം. അന്ന് 500 വലുതാണ്. എവിടുന്ന, എത്ര മണിക്ക് വേണം? ഇത്ര മണിക്ക് കൊടുക്കുന്നു, ഞാൻ നാളെ തരാം. നാളെ തന്നിരിക്കും, എൻ്റെ അടുത്ത് വന്നാൽ പൈസ കിട്ടും. എല്ലാം വിശ്വാസങ്ങളാണ്. ഇന്നത്തെ പ്രശ്നം, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ എൻ്റെ ആൾ വിളിക്കുമ്പോഴേ ഞാൻ 10 കള്ളം പറയാൻ റെഡിയായിക്കും. അയ്യോടാ, ഇന്ന് തന്നെ രാവിലെ എനിക്ക് അവിടെ കൊടുക്കേണ്ടി വന്നു, ഇവിടെ കൊടുക്കേണ്ടി വന്നു. ആ പുള്ളി വാങ്ങിച്ചാലോ അത് തിരിച്ചു തരുമില്ല. ഈ ഒരു അവസ്ഥയിലോട്ട് നമ്മളിന്ന് പോയിരിക്കുക. ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. ഒരാളെ, ഒരു കാര്യം നമുക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഞാനൊക്കെ എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചിരിക്കുന്നത്, ഒരു കാരണവശാൽ അന്യൻ്റെ സ്വത്തിൽ മോഹം വരരുത്, നമ്മുടേതല്ലാത്തത് എടുക്കരുത്, ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടത്. അവിടെ പോലും എൻ്റെ മകളുടെ ഒരു പോരായ്മയും ഞാൻ കണ്ടെത്തി. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവളുടെ അശ്രദ്ധ കൊണ്ടാണ്. ഗർഭിണിയാണ്ട് നേരിൽ നിർത്തിയില്ല ഞാൻ, പക്ഷെ പറഞ്ഞു കൊടുത്തു. ഞാനിത് എടുത്തു പറയാൻ കാര്യം വെച്ചാൽ, നിങ്ങളുടെ പ്രായത്തിലുള്ള യുവ സംരംഭകർ പുതുതായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാലമാണ്. ചെയ്യണം, നല്ലതാണ്. പക്ഷേ ചെയ്ത് പണം വന്ന് തുടങ്ങുമ്പോൾ ഉഴപ്പരുത്. അപ്പം വേണം ശ്രദ്ധ കൂട്ടാൻ. നമ്മുടെ കണ്ണ് ഓരോ മുക്കിലും മൂലയിലും പോയിരിക്കണം, നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ വിശ്വസിച്ചാണ് എല്ലാവരും പോകുന്നത്.
അതൊക്കെ നല്ലതാണ്, ആ സിസ്റ്റം നല്ലതാണ്. പക്ഷേ ട്രഡീഷണൽ സിസ്റ്റം ഉണ്ട്. ലെഡ്ജർ വയ്ക്കുക, വൗച്ചർ വയ്ക്കുക, എന്ത് വെളിയിൽ പോകുന്നു എന്തകത്ത് വരുന്നു വൈകുന്നേരം അറിഞ്ഞിരിക്കണം. ഫിസിക്കലി നമ്മൾ അതിനനുസരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇത്തരം ക്രിമിനൽസും ഫ്രോഡും കൂടി വരികയാണ്. പിടിച്ചു കഴിഞ്ഞാൽ ഇവരെ സഹായിക്കാൻ പല തരത്തിലുള്ള ആൾക്കാർ, കാരണം ഇവരുടെ കയ്യിൽ പണമുണ്ട്, കട്ട പൈസ കൊണ്ട് കൊടുക്കാൻ മടി വരില്ല. രണ്ട്, പിന്നെയാണ് ഈ ജാതി മറ്റേതൊക്കെ എടുത്തിരുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ കേസ് ഒരു ടേണിംഗ് പോയിൻ്റാണ്. ആൾക്കാർ വളരെ ഒരു പക്വതയോടെയാണ് ആൾക്കാർ പെരുമാറിയിരിക്കുന്നത്. കാരണം ഞാൻ ഉൾപ്പെടെ പണ്ടൊക്കെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഈ റിയാക്ഷനും റെസ്പോൺസും തമ്മിൽ വ്യത്യാസമുണ്ട്. റിയാക്ഷൻ എന്ന് വെച്ചാൽ അവനൊക്കെ അല്ലേ, അവനൊക്കെ എന്തും കാണിച്ചൂടെ, രാഷ്ട്രീയക്കാരിലെ മറ്റേന്ന് പറയും. അപ്പോൾ കുറച്ചുകൂടി പക്വതയായിട്ട് നമ്മൾ ആലോചിക്കണം. ഒരു അന്വേഷണം നടത്തിയത് അതങ്ങനെ അവർ ചെയ്യാൻ വഴിയില്ലല്ലോ, ഇവർ ഇങ്ങനെ പറയുന്നു അവരങ്ങനെ പറയുന്നു, ആലോചിച്ചിട്ട് ഒരു പ്രതികരണം കൊടുക്കാവൂന്ന് പറയും. ആ ലെവലിലോട്ട് ഈ ഒരു സംഭവത്തിൽ ജനം പ്രതികരിച്ചിരിക്കുന്നു. വളരെ സന്തോഷം തോന്നിയൊരു സംഭവമാണ്. കാരണം ഞങ്ങൾ ആർക്കും പറഞ്ഞില്ല ഇങ്ങനെ വേണമെന്ന്. അതിനകത്ത് എനിക്കറിയാം പലരും എഴുതിയിട്ടുണ്ട്, കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയവുമായി ഞങ്ങൾക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാതെ എങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, സഹോദരങ്ങളെ എങ്ങനെ നന്ദി പറയട്ടെ, എനിക്ക് അവരുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന സംഭവമാണ്. അതൊക്കെ അദൃശ്യ ശക്തികളെന്ന് പറയും. നമ്മുടെ പ്രവൃത്തി ശരിയാണെങ്കിൽ ഇൻവിസിബിൾ ഹാൻഡ്സ് വരും നമ്മളെ സഹായിക്കാൻ. അതാണ് ഇവിടെ നടന്നത്. അതെ, കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇരകളാണെങ്കിലും അവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചു. ഒരു അടിമത്തം ജന്മി വ്യവസ്ഥയിലാണ് അവിടെ കടയിലൊക്കെ ദിയെ ട്രീറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഈ തരത്തിൽ മോശമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അവർ ആ വീഡിയോ പുറത്തു വിട്ടത്. പക്ഷേ ആ വീഡിയോയ്ക്ക് താഴെ പോലും വരുന്ന കമൻറ്റുകൾ ദിയെയും സാറിനെയും സാറിൻ്റെ കുടുംബത്തെയും അനുകൂലിച്ച. പിന്നെ അഹാന ചോദ്യം ചോദിക്കുന്ന വീഡിയോയിലാണെങ്കിൽ പോലും എല്ലാവരും പറയുന്നുണ്ട്, അത്രയും ക്യാഷ് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇത്രയും മാന്യമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സംസാരം അവിടെ നടക്കുന്നത്. അത് സാറിനെയും സാറിൻ്റെ കുടുംബത്തിനെ കൊണ്ട് മാത്രം പറ്റത്തോളം എന്നാണ് ഒരുപാട് കമൻറ്റുകൾ വരുന്നത്. ദൈവാധീനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പലരും സംസാരിക്കുമ്പോൾ അഹാൻ എടുത്തോളും നോ അച്ഛൻ പറയുന്ന രീതി ശരിയല്ല അച്ഛൻ, അത് ന്യായമില്ല, അതങ്ങനെ ആയിക്കോട്ടെ, അച്ഛൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് എൻ്റെ മക്കൾ എന്നെ ശാസിക്കും. അന്നേരം എനിക്ക് ദേഷ്യം വരികയും കുറച്ചു നേരം ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ പിള്ളേർ പറഞ്ഞത്. കാരണം അതെന്തറിയോ, ഈ പുതിയ തലമുറയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ടൊരു രീതിയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പം നിങ്ങളൊക്കെ അത് കേൾക്കും, നിങ്ങളുടെ തലമുറ ശരിയല്ല, നിങ്ങൾ അങ്ങനെയാണ്. ഇത് ഞങ്ങളുടെ തലമുറ നിങ്ങളുടെ പ്രായത്തിലായിരുന്നു ഇത് തന്നെ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും തിരിച്ചു പറയാൻ പറയും, പുതിയ തലമുറ വളരെ നല്ലവരാണ്. അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന രീതി വേറെയാണ്. ഫോർ എക്സാമ്പിൾ അവർ ഈ ഗാഡ്ജറ്റ്സിനകത്ത് ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ എന്തു വെച്ചാൽ അവരുടെ അനുഭവങ്ങൾ വേറെ. അപ്പം നമുക്ക് അല്ലാത്തൊരു അനുഭവമുണ്ട്. ഈ അനുഭവം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ അവരെ നിന്ന് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, അതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്താൽ ആ ശരിക്കൊരു ഭംഗി കൂടും എന്ന് പറഞ്ഞു വേണം പുതിയ തലമുറ ഒന്ന് വളർത്തിയെടുക്കാൻ. ഇതിപ്പോൾ എന്തൊരു ഒരു ഡിവൈഡുണ്ട് ഈ പഴയ തലമുറയും പുതിയ തലമുറ. അയ്യോ കൃഷ്ണകുമാറിയെ പുതിയ തലമുറ ഭയങ്കര കുഴപ്പം, അങ്ങനെ പറയാനേ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എനിക്ക് അസൂയാണ് നിങ്ങളുടെ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളെ അടിച്ച് പൊളിച്ച്, ഫോർ എക്സാമ്പിൾ ഇന്ന് എൻ്റെ മക്കൾ ഉൾപ്പെടെ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ബോയ്സ് കൂടുതലുണ്ട്, ഗേൾസ് എല്ലാവരും മിങ്കിൾ ചെയ്യുന്നു. പണ്ട് ഇതൊരിക്കലും പറ്റാത്തൊരു കാര്യമായിരുന്നു, എന്നാൽ ഇതെല്ലാം ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്കൊക്കെ അന്ന് പറ്റാത്ത കാര്യം നിങ്ങളത് എൻജോയ് ചെയ്യുമ്പോൾ ഒന്നും ശരിയല്ല എന്നങ്ങനെ പറഞ്ഞത്, ഇത്രയേ ഉള്ളൂ വിഷയം. പക്ഷേ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, യു ഷുഡ് ബി വെരി ലോയൽ ടു യുവർ പേരൻസ്. കാരണം അപ്പോൾ ചോദിക്കും ഈ സ്വാതന്ത്ര്യമാണ് എല്ലാവരും വിഷയം. ഞാൻ എപ്പോഴും പറയും സ്വാതന്ത്ര്യം നമ്മളാരും കൊടുക്കേണ്ടല്ല, എവരിബഡി ഹാസ് ദെയർ ഓൺ ഫ്രീഡം. അത് അവർ എത്ര അളവിൽ യൂസ് ചെയ്യണമെന്നാണ് അവർ പറയണം. പക്ഷേ മാതാപിതാക്കൾക്ക് അതിനകത്ത് റോള് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞിന് ഒരു വയസ്സാകുമ്പോഴത്തേക്ക് 1 കിലോ ചോക്ലേറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ബിറ്റായിട്ട് കൊടുക്കാവൂ, ഇതുപോലെ ഉള്ളൂ. അപ്പോൾ ഇത് കുട്ടികൾ മനസ്സിലാക്കണം, ശരിയാണല്ലോ എനിക്ക് ഇത്രയും ചോക്ലേറ്റ് കഴിക്കാൻ പറ്റും, അപ്പോൾ എനിക്ക് ഇത്രയും അളവിന് ഇത് തരാൻ പാടില്ല. അച്ഛാ അത് മതി. ഏത് കാര്യമാണെങ്കിലും അതിലാണ് ഈ സ്വാതന്ത്ര്യം വരുന്നത്. നിങ്ങൾ തീരുമാനിക്കണം ആരാണ് അവസാനം. ഇപ്പോൾ എൻ്റെ മോൾക്കൊരു വിഷയം വരുമ്പോൾ ഞാൻ പ്രതികരിച്ചത് കടുത്തുപോയി എന്നൊക്കെ ചിലർ പറയും. പക്ഷേ അവനവൻ്റെ മക്കൾക്കൊരു, ഇപ്പോൾ എനിക്കൊരു അപകടം പറ്റി, എൻ്റെ കൈ ഒടിഞ്ഞു, എൻ്റെ കാലൊടിഞ്ഞു, ഒന്നും എന്നെ ബാധിക്കില്ല, ആ വേദന സഹിക്കും. ആസ് എ മക്കൾക്ക് എന്തോ പറ്റിയെന്നൊരു ഫോൺ മെസ്സേജ് വന്നാൽ പാനിക്കാവും. അപ്പോൾ എൻ്റെ മകൾ ഗർഭിണിയായിട്ടിരിക്കുന്നവൾക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് രാത്രി ഒരുത്തൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ നിശ്ചിതമായ ഭാഷയിൽ സംസാരിക്കുന്നത്. പക്ഷെ എന്തോ എൻ്റെ വായിൽ തെറി വരാറില്ല, അറിയാനിട്ടല്ല, എല്ലാം അറിയാം, പക്ഷെ അത് വരില്ല. അല്ലാതെ അവൻ ഏത് ഭാഷ സംസാരിച്ചാൽ എൻ്റെ 10 ഇരട്ടി ശബ്ദത്തിലും അല്ലെങ്കിൽ കടുപ്പത്തിലും എനിക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെ കാരണം അവരുടെ ഒരു വിശ്വാസം, ഒരു വിഷയം വരുമ്പോൾ അച്ഛൻ കൂടെ നിൽക്കുന്ന, അതും ന്യായവും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഏത് ലെവലിലോട്ട് വേണം പോകും കുടുംബത്തെ സംരക്ഷിക്കാൻ. അപ്പോൾ ഈ തരത്തിൽ ദിയെ വിളിച്ച് ത്രെറ്റൻ ചെയ്യുന്ന സമയത്താണ് സാറ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്? അല്ല,
ഇവർ തലേദിവസം സംസാരിച്ചിട്ട് പൈസ കൊണ്ടുവരുന്നില്ലേ, പൈസ കൊണ്ടുവന്ന് ഇവിടെ ആ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം ഇവിടെ നിന്ന് പോയതിന് ശേഷം രാത്രി ആണ് ഈ കോൾ വരുന്നത്. അതുവരെ ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടില്ല. ഈ ത്രെട്ടനിങ് കോൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ പിന്നിൽ ആരോ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ധൈര്യം ഇവർക്ക് വരില്ല. അടുത്ത ദിവസം രാവിലെ, സൺഡേ ആണ് 1-ാം തീയതി, നേരെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അതുവരെ കൊടുത്തിട്ടില്ല. അവർക്ക് പരാതിയില്ലായിരുന്നു. ഇവരെ തട്ടിക്കൊണ്ടുപോയതിന് പരാതിയില്ല, ഒന്നുമില്ല. ഇവർ ഈ പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും, കാരണം നടന്നിട്ടില്ലാത്ത കാര്യം തന്നെ പരാതി കൊടുക്കും. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ പലരും വരുമല്ലോ, കാരണം കയ്യിൽ പണം ഇരിക്കുക. ഈ പണം മുഴുവൻ ഈ കുട്ടികൾക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. നോക്കിക്കോളൂ, ഇവർ പെടാൻ പോവുക. കാരണം ഈ ആരോപണങ്ങൾ പറയുമ്പോൾ കഴമ്പുള്ള ആരോപണമായിരിക്കണം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് മുഴുവൻ വേണേൽ തട്ടി പറയാം, ആൾക്കാരുടെ മുമ്പിൽ കയ്യടി വാങ്ങിക്കാൻ. പക്ഷെ കോടതിയിൽ പോകുമ്പോഴേ ഈ ഇമോഷണൽ സംഭവങ്ങൾ വർക്കൗട്ട് ആവില്ല. അവിടെ ശാസ്ത്രീയമായ തെളിവുകൾ വേണം. അവിടെയാണ് ഇവർ കുടുങ്ങാൻ പോകുന്നത്. എന്ത് ചെയ്യും ഈ എടുത്ത പൈസയ്ക്ക്? അവിടെ നിന്നൊരു കേസ് ഇവരുടെ പുറത്ത് വന്നാൽ പിന്നെ ഇൻകം ടാക്സിന് തന്നെ എത്ര രൂപ കൊടുക്കേണ്ടി വരും അറിയും? കട്ടുമുട്ടിച്ച പൈസയാണെങ്കിൽ ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണം. ഞാനതാ ഈ പിള്ളേർ പെട്ടുപോകും കുറച്ച് കഴിഞ്ഞാൽ. ഇവർക്ക് ബുദ്ധി ഉപദേശിച്ച ആൾക്കാരൊന്നും കാണത്തില്ല, പൈസ തീരുന്നവരെ കാണത്തുള്ളൂ. സാറ് ഇപ്പം ഈ ഒരു ബുദ്ധി ഉപദേശിച്ചു എന്ന് പറയുന്ന തരത്തിൽ അപ്പോൾ സാറിന് ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ പറയാനും പാടില്ല. കാരണം എന്താ പറയുക, ക്ലിയർ ഒരു എവിഡൻസ് ഇല്ലാതെ ആരെപ്പറ്റി നമ്മൾ ആരോപണം പറയുക? ഇപ്പോൾ സ്റ്റേഷനിൽ പോകുമ്പോൾ CI നമ്മുടെ അത്ര സുഖകരമല്ല പെരുമാറി എന്ന് പറയുന്നു. മേ ബി അദ്ദേഹത്തിനൊന്നും സുഖമില്ലാതിരിക്കാം. ഒരു പോലീസ് ഓഫീസറാണ്, അവർക്ക് ടൈമിംഗ് ഒന്നുമില്ല. രാത്രി നേരെ കിടന്നിട്ടുണ്ടോ, വെളുപ്പിന് എത്ര മണിക്ക് എണീറ്റു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഡ്യൂട്ടിക്ക് വരണം. അപ്പോൾ അന്നേരം നമുക്ക് തോന്നാം എന്താ ഇദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത്, നമുക്കൊരു സുഖക്കുറവ് ഫീൽ ചെയ്യും. പക്ഷേ എന്നെ മുൻപും പിൻപും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് എൻ്റെ അടുത്ത് വ്യക്തിപരാക്കി വരേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമായിരിക്കാം. മേ ബി അദ്ദേഹവും നല്ലൊരു മനുഷ്യൻ തന്നെയായിരിക്കും. പക്ഷെ നമുക്കൊരു സുഖക്കുറവുണ്ടായി, അതും മാറി വരും. കാരണം ഇനിയൊരു ശരിയായ അന്വേഷണം ഇതിനകത്ത് നടക്കും താമസിയാതെ, എൻ്റെ ഒരു വിശ്വാസം അതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശങ്ങളിലൊക്കെ സൂചന എനിക്ക് തരുന്നത് കൃത്യമായ ദിശയിൽ അന്വേഷണം നടക്കും, ഇതിന് കൃത്യമായ ഒരു ന്യായം കിട്ടുകയും ചെയ്യും. സാർ ഈ പറയുന്ന ഈ തരത്തിൽ സാറിൻ്റെ കുടുംബത്തിനും ഈ പറഞ്ഞ പോലെ ന്യായം, സാറിൻ്റെ ഭാഗത്ത് ന്യായം തിരിച്ചറിയാൻ അല്ലെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു നമ്മുടെ അധികാരികളുടെ ആണെങ്കിലും ഈ ഒരു താമസം ഉണ്ടല്ലോ, സാറ് വിശ്വസിക്കുന്ന പാർട്ടിയുടെ കാരണം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഒരു വിഷയം വരുമ്പോഴത്തേക്ക് എല്ലാവരും അതിനകത്ത് ചാടി വീഴും. പക്ഷേ ഒരു ഗുണമുണ്ടായെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓഫ്കോഴ്സ് ഇതിനകത്ത് ആ നടപടികളുടെ പിന്നിൽ തീർച്ചയായിട്ടും ഏതൊരു പാർട്ടിയുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ആരെന്തെന്ന് കാണാതെ നമുക്ക് പറയാൻ വയ്യ. പക്ഷെ ഞാനിതിനെ ഒരിടത്തും ഒരു രാഷ്ട്രീയ ലെവലിൽ എടുത്തിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ഇവർ പലതും പറയും. ഏതെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന BJPയുടെ ഏതെങ്കിലും ലീഡറിൻ്റെ ഒരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? കാരണം ഞാൻ ആരെയും ബന്ധപ്പെട്ടിട്ടില്ല. നമുക്കിന്ന് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. ഈ 2 മന്ത്രിമാർ എന്തെങ്കിലും പ്രസ്താവന പറഞ്ഞായിട്ട് കണ്ടോ? ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് എന്തെങ്കിലും പ്രസ്താവന വന്നു? ഞാൻ ആരോടും ഒരു വസ്തുവും പറഞ്ഞില്ല. ഓഫ്കോഴ്സ് എൻ്റെ പാർട്ടിയുടെ പലരും എന്നെ വിളിച്ചെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഞാൻ ഇല്ല, വിളിച്ചതിന് നന്ദി. കാരണം നമ്മൾ അനാവശ്യമായിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമേ ഇല്ല. എൻ്റെ മകളും അവരുടെ തൊഴിലാളികളും തമ്മിലൊരു വിഷയമാണ്. അത് ഒത്തുതീർപ്പാക്കാൻ ഞാൻ ഇടപെട്ടു. അത് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ നിയമസഹായത്തിന് ഞാൻ കൂടെ പോകും. അല്ലാതെ ഞാൻ ഇതിനെ രാഷ്ട്രീയ വിഷയമാക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് പോകാൻ പറ്റൂ. അവർക്കും എൻ്റെ രീതികൾ മനസ്സിലാക്കും. ഈ പുള്ളിയും രാഷ്ട്രീയം കലർത്തിയിട്ടില്ല. മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, മോളുടെയും എൻ്റെയൊക്കെ. അതുകൊണ്ട് അവിടെ ചെല്ലുന്നു, കാര്യം പറയുന്നു, അവർക്ക് മനസ്സിലായി. ഇപ്പോൾ കൃത്യം അളവിൽ കാര്യങ്ങൾ നടന്നു തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം സാറ് എന്താ പ്രതീക്ഷിക്കുന്നത് ഇതിന് ഇനി അങ്ങോട്ടുണ്ടാകുന്ന? അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ആരാണ് തെറ്റുകാരെന്ന് മനസ്സിലാവും. ഇപ്പം ഇതിനകത്തുനിന്ന് ഞങ്ങളുടെ പൈസ എടുത്തിരിക്കുന്നു, പൈസ എടുത്തിട്ടുണ്ടോ ഇല്ലയോ, അവർക്ക് ആ പൈസ തിരിച്ചു തരാൻ പറ്റുമോ? പൈസ തിരിച്ചു തന്നാൽ കേസ് വരും. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത്? പോലീസ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും കോടതിയിലോട്ട് പോകും. കോടതിയിൽ നമ്മളും ഫൈറ്റ് ചെയ്യും. നമ്മുടെ ന്യായം പറഞ്ഞ് ഈ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ചില്ലറ തെറ്റല്ല. കാരണം എന്താ പറയുക, ഈ പണം മോഷ്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മുടെ ഒരു മാനസിക വിഷയം ഓർക്കണം. നമ്മൾ ലോൺ എടുത്ത പൈസ വെച്ചൊരു ബിസിനസ് തുടങ്ങും. അവർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങളും ഒന്ന് അവരെ ടാർണിഷ് ചെയ്യാൻ നോക്കിയാൽ ഇങ്ങനെയാണ് സമൂഹത്തിൽ പലരും സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ റീസൺ. ഇപ്പോൾ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കാം ഇത് പിടിച്ചു നിൽക്കാനുള്ള ശേഷി എനിക്കുണ്ടായി. ഞാനുള്ളത് കൊണ്ട് മകൾക്ക് പറ്റുന്നു, 4 മക്കളും ഭാര്യ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ പറ്റി. ഐക്യമത്യ മഹാബലം എന്ന് പറയും. അതുകൊണ്ടായിരിക്കും ഇത് സർവൈവ് ചെയ്യുന്നത്. പലർക്കും ഇത് സഹിക്കാൻ പറ്റില്ല.
അന്യായമായിട്ട് പണവും മുടക്കി എല്ലാം കഴിഞ്ഞിട്ട് ആരോപണം വരുന്നു, സ്ത്രീ വിഷയം എടുത്തിരുന്നു, ജാതി പ്രശ്നം, ആത്മഹത്യ ചെയ്തു പോകുന്നതിൻ്റെ കാരണം ഇതാണ്. അവർക്ക് ഇപ്പോൾ എൻ്റെ നല്ല കാലത്തിന് രാഷ്ട്രീയവും സിനിമയൊക്കെ കൊണ്ട് സുഹൃത്തുക്കൾ പറന്നു വന്നും കൂടെ നിന്നു, മീഡിയയുടെ ഫുൾ സപ്പോർട്ട് കിട്ടുന്നു. ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല. ഞാൻ മോളുടെക്കാൾ ഇളയ പ്രായത്തിൽ ഞാൻ ടി വിയിൽ വന്ന ആളാണ്. ഞാൻ ദൂരദർശനിൽ ന്യൂസ് റീഡറായിട്ട് തുടങ്ങിയതാണ്, റിപ്പോർട്ടറായിട്ട് തുടങ്ങിയതാണ്. ഇതെല്ലാം എനിക്ക് അനുഗ്രഹമാവുകയാണ് ഈ 56-ാമത്തെ വയസ്സിൽ. അത് അനുഗ്രഹമാണ്. ഇതെല്ലാവർക്കും ഈ അനുഗ്രഹം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആലോചിക്കുക, പല മരണങ്ങൾക്കും കാരണം ഇതാ. ഈ ക്രിമിനൽ മൈൻഡുകളുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനേ പാടില്ല. അവരെ നമ്മൾ അകറ്റണം സമൂഹത്തിൽ നിന്ന്. അതുപോലെ തന്നെ സാർ, ഒരു കമൻറ്റ് വന്നതാണ്, ഇവർ പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ജാതിയുടെ പേര് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഒരു കാരണവശാലും, അതായത് അവർക്കെതിരെയാണ് പറയുന്നത്, ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ട ജാതി വെച്ച് നിങ്ങൾ കളിക്കരുത്. കാരണം ഇതേ ജാതിയിലുള്ളവരെ പിന്നീട് ജോലിയിലെടുക്കാൻ ആൾക്കാർ മടിക്കും എന്ന്. കൃത്യമായ കമൻ്റ് അല്ലേ? ഞാൻ ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞതിൽ 2 കാരണങ്ങൾ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും പറയാം. ഒന്ന്, ഇനി സ്ത്രീകളെ തൊഴിലിടങ്ങളിൽ എടുക്കാൻ മടിക്കും. ആദ്യത്തെ വിഷയം ആലോചിക്കുക. ഇതിപ്പോൾ എൻ്റെ മകള് ഒരു പെൺകുട്ടി ആയിട്ട് പോലും ഇത്ര അനുഭവിക്കുന്നു. ഇത് ഞാനാണ് നടത്തിയിരുന്നെങ്കിൽ ഇത് ഗതി എന്തായിരുന്നേ? എന്നെ ഇത്രയും കാലമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞാണ് ഈ കുട്ടികൾ. കഥ പറയാൻ ഇത് മതി. പിന്നെ ഇനി ജാതിയും മതവും നോക്കി ആൾക്കാർ വെച്ചു തുടങ്ങും. ആർക്കെതിരെ വെച്ചാൽ കേസ് വരില്ലെന്ന് നോക്കി വെക്കേണ്ടി വരും. ഇതേ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടികളാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് സ്വന്തം സമുദായത്തിന് തന്നെ വിനയാവുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളുമാണ് ഈ കാണിക്കുന്നത്. ഞാനിതൊന്നും പറയാമെന്ന് വെച്ചാൽ ഇനി പറഞ്ഞ് ഇതും പറയും നമ്മൾ, അല്ലെങ്കിലേ നമ്മളൊക്കെ പാർട്ടിയുടെയും ഇതിൻ്റെയൊക്കെ വെച്ച് നമുക്കിതിൽ വർണ്ണ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളെ ജീവിതത്തിൽ നോക്കാത്ത ആളാണ്. എൻ്റെ മകൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിടത്തും പറയാറില്ല. ഞാനും എൻ്റെ ഭാര്യ തന്നെ 2 ജാതിയാണ്. എൻ്റെ മകൾ കല്യാണം കഴിച്ചത് വേറൊരു ജാതിയിൽ നിന്ന്, എൻ്റെ മൂത്ത മോളൊക്കെ ആരോ കല്യാണം കഴിക്കാൻ വേറെ മതത്തിൽ നിന്നാണ് കേൾക്കുന്നു. എനിക്ക് ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെ. ഞാനെല്ലാം കാണുന്നത് വേറൊരു രീതിയിൽ സംസാരിച്ചാൽ നീണ്ടുപോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ 4 പേര് വരുന്നു, അവർ കുട്ടികളായിട്ട് വരുന്നു. ഇപ്പോൾ മോള് എന്നേക്കാൾ പ്രായത്തിൽ വളരെ ചെറുതായിരിക്കും, പക്ഷേ ഐ ബിലീവ് ഇൻ ദറ്റ് സോൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സോൾ എത്ര ട്രാവൽ ചെയ്തെന്ന് അറിയില്ല. എന്നേക്കാൾ അറിവും അനുഭവവും ഉള്ളൊരു സോളായിരിക്കും മോളുടെ അകത്തിരിക്കുന്നത്. ഏജ് വൈസ് ഐ എം 56 and you may be some 15 or എത്ര 18 വാട്ട് എത്ര 30 ഇത്രയൊക്കെ ഉണ്ടോ? 13 ആണോ? 30. എനിക്ക് ഇഷ്ടപ്പെട്ടു യുവർ അഹാനാസ് ഏജ്. പക്ഷേ വിൽ മെയിൻറ്റെയിൻ. അനുഗ്രഹമാണ്, അച്ഛൻ്റെ മാതാപിതാക്കളെ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ്. നന്നായിട്ടിരിക്കും. ഐ തോട്ട് യു സംവെയർ 18 or 19 വാട്ട് എവർ ഇറ്റ് ഈസ്. അല്ല, ഞാൻ പറഞ്ഞൊന്നും അറിയോ, വാട്ട് എവർ ഇറ്റ് ഈസ് 30 ആണെങ്കിൽ പോലും മനസ്സിലാക്കുക, യുവർ സോൾ എത്ര ട്രാവൽ ചെയ്തെന്ന് അറിയത്തില്ല. എന്നേക്കാൾ എത്രയോ അനുഭവമുള്ള സോളായിരിക്കും. അതുകൊണ്ട് ലൈഫ് ഒരു ഭയങ്കര സംഭവമാണ്. ഞാൻ അതിലൊക്കെ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ആ കുട്ടികൾ അങ്ങനെ ചെയ്തു, അത് അവരുടെ ഒരു കഷ്ടകാലം. ഇപ്പം ഞങ്ങളും എന്തുമാത്രം പ്രഷർ ഇതിനകത്ത് അനുഭവിക്കേണ്ടി വരുന്നു അറിയോ. ഞാനതൊന്നും കാണിക്കാറില്ല, കാരണം പ്രഷറിൽ ഞാൻ സക്കം ചെയ്യാറില്ല. മക്കളുടെ അടുത്ത് പറഞ്ഞു, അവൾ ആദ്യം സുഖമില്ലാതായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് വന്നപ്പോൾ അവൾ പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞു കൂടെ വരാൻ പറഞ്ഞു, ക്യാമറ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. കാരണം ഒരു പ്രശ്നം ഫേസ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ പിന്നെ ഒരിക്കലും ഫേസ് ചെയ്യാൻ പറ്റില്ല. കാരണം വൺസ് യു ക്രോസ് എ സ്റ്റോം പിന്നെ നിങ്ങളുടെ ലെവൽ വേറെ ആയിരിക്കും. കാരണം പഴയ കഥകളുണ്ട്, സ്ട്രഗിൾ ഈ സ്ട്രെങ്ത് എന്ന് പറയും. കാരണം നമ്മളൊരു സ്ട്രഗിളിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് വേറെയാണ്. ഇവിടെ നിന്ന് ഓസി എന്ന് പറഞ്ഞൊരാൾ അവളിപ്പോൾ ഒരു അമ്മയും കൂടി ആകുമ്പോഴത്തേക്ക് ലെവൽ മാറും. മാത്രമല്ല ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഹൈലി പോസിറ്റീവായിട്ട് ഞാൻ കാണും. കാരണം എന്തിനിങ്ങനെ സംഭവിച്ചു? വളരെ കുറച്ച് പേർ, കയ്യിലെണ്ണാവുന്നവർ മാത്രമാണ് എനിക്കെതിരെ പ്രവർത്തിച്ചത്. ലക്ഷക്കണക്കിന് ആൾക്കാർ പറയുന്നു ഇത് ന്യായമാണ്. അപ്പോൾ സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ലൈഫ് എന്നുള്ളൊരു ഫീൽ കിട്ടും നമുക്ക്. അങ്ങനെ കാണാനേ പറ്റും. കണ്ടാൽ സമാധാനം കിട്ടും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അതുപോലെ ദിയയുടെ ഹസ്ബൻഡായ അശ്വിൻ സാറ് സംസാരിച്ചോ? അശ്വിൻ്റെ ഒരു പ്രതികരണം എന്താണുള്ളത്? എന്ത് പറയാനാണ് ഇതിനകത്ത്? ഞാനത് പറഞ്ഞു എഗെയിൻ ആൻഡ് എഗെയിൻ, ഞാൻ അതേ വാക്ക് പറഞ്ഞു, വി ആർ ഹൈലി ബ്ലസ്ഡ് ഇൻ ലൈഫ്. കാരണം നമുക്കെല്ലാവർക്കും ഒരു വിഷയം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ, അത് നമ്മുടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ഇവരൊക്കെ എൻ്റെ സ്റ്റാഫുകളാണ്. എൻ്റെ കുടുംബാംഗങ്ങളെക്കാൾ ശക്തിയോടെ അവർ കൂടെ നിന്നു. എന്നാലും ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നും ഇവരോട് നിൽക്കുക. അന്ന് ഇതിനകത്ത് തന്നെ തെരഞ്ഞു പിടിച്ച് ആൺകുട്ടികളുടെ പേര് കണ്ടുപിടിച്ചാണ് ഫയൽ. അത് അർജുൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടി, അവനടുത്ത് സോഷ്യൽ മീഡിയ ചെയ്യുന്ന കുട്ടിയാണ്. അവനെ എന്നെ ഉൾപ്പെടുത്തിയിരിക്കുക. എന്നാൽ ഒരു സ്ത്രീകൾ സ്റ്റാഫിൻ്റെ പേര് എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് ആരാണ് ഈ ബുദ്ധിമോശം പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ല. എൻ്റെ പിന്നിൽ ചിലപ്പോൾ നമ്മളെ പിടിച്ച് അകത്താക്കാൻ ഒരു വകുപ്പിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇത് തിരിച്ചു കടിക്കും, ഇത് മുഴുവൻ അവരെ തിരിച്ചു കടിക്കും.
സാർ ഒരുപാട് നന്ദിയുണ്ട്. സാറും സാറിൻ്റെ കുടുംബവും കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. എത്രയാന്ന് പറഞ്ഞാലും ഒരു വിശ്വസിച്ചൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. കൂടാതെ ഈ ഒരു പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി കൂടിയാണ്. പിന്നീട് സാറിനെതിരെ വരണം, സാറിൻ്റെ കുടുംബത്തിനെതിരെ വരുന്നതാണെങ്കിലും ഈ ആരോപണങ്ങളുടെ പിന്നിൽ ഒരു കഥയുമില്ല എന്നുള്ളത് സിന്ധു മാമിൻ്റെ ബ്ലോഗ് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ എന്താ പറയുക, അവിടെ മാമിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഓരോരുത്തരെയും മാം ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര, എന്നേക്കാൾ സ്നേഹമാണ് ജോബിനോടൊക്കെ. അതെ, ജോബിൻ പോയപ്പോൾ അവർ വീട്ടിൽ വലിയ സങ്കടം വരുന്നു. മക്കളെല്ലാം കൂടി ഒരു പാർട്ടിയൊക്കെ നടത്തിയ വിടുന്നത്. അത് അങ്ങനെയാണ്. കാരണം എന്താ പറയുക, അതിനൊരു സുഖമുണ്ട്. കാരണം ഈ നമുക്ക് തോന്നുന്നല്ലേ അവർ സ്റ്റാഫ് നമ്മുടെ അതൊന്നും അല്ല. ആക്ച്വലി അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് അവരും കൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴപ്പമാണ്. അവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. ഇപ്പം മോള് എന്നെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ ആലോചിക്കണം, അയ്യോ മോൾ ഇങ്ങനെ നല്ലപോലെ ട്രീറ്റ് ചെയ്യാണല്ലോ, അല്ലാതെ അത് മോൾക്ക് ആവശ്യമുണ്ടായിട്ടോ ഞാൻ വലിയ മറ്റേ, അവിടെയാണ് ഈ തകരാറ് വരുന്നത്. എന്തായാലും സാറിൻ്റെ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് നടക്കാന്നുള്ളത് ഞങ്ങളെ പോലുള്ളവർക്ക് 100% വിശ്വാസമുണ്ട്. ചതിച്ചവരാകട്ടെ അല്ലെങ്കിൽ വഞ്ചിച്ചവരാകട്ടെ അവർക്ക് അതിനുള്ള ഫലം കിട്ടട്ടെ. ഒരുപാട് നന്ദിയുണ്ട് സാർ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചത്. വളരെ സന്തോഷം. നന്ദി.